പാകിസ്ഥാൻ വീണ്ടും പിളർന്നു. ബലൂചിസ്ഥാൻ. എന്താണ് അവിടുത്തെ ഒരു അവസ്ഥ? കാരണം പാക് ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു അക്ഷരവും മിണ്ടാതിരിക്കുകയാണ്. പുതിയ രാജ്യം, അതുപോലെ തന്നെ പുതിയ കറൻസി ഉണ്ടാവുന്നു, ദേശീയഗാനം ഉണ്ടാവുന്നു, പതാക. എന്തായിരിക്കും ഇപ്പോഴത്തെ ഒരു അവസ്ഥ ഇതിലേക്ക്? കാരണം ഈ പാകിസ്ഥാൻ ഇന്നൊരു അസ്വസ്ഥ പ്രദേശമാണ്. കാര്യം ഈ ഭാരതത്തിൽ നിന്ന് എന്ന് പിളർന്ന് പുറത്തു പോയിട്ടുണ്ടോ അന്ന് തുടങ്ങിയിട്ട് തന്നെ ഏറ്റവും വലിയ അസ്വസ്ഥത ബാധിച്ചിരിക്കുന്ന പ്രദേശങ്ങളൊന്നാണത് പാകിസ്ഥാൻ. ബംഗ്ലാദേശൊക്കെ അങ്ങനെ ആ തരത്തിൽപ്പെട്ട ആളുകളാണ്. അവിടെ നിന്ന് മാത്രമല്ല, ഇപ്പോൾ ഈ ചെറിയ ചെറിയ രാജ്യങ്ങളായിട്ട് ഈ കുട്ടി വന്ന സ്ഥലമുണ്ട്. അതിനകത്തൊരു എക്സംഷനുള്ള UAE മാത്രമാണ്. ബാക്കിയുള്ള രാജ്യങ്ങളിലൊക്കെ തന്നെ ഇത്തരം അസ്വസ്ഥതകൾ കൂടുതലാണ്. തീവ്രവാദമാണ് അവർ ഏറ്റവും വലിയ വളക്കൂറുള്ള മണ്ണതിൻ്റെയാണ്. ഇപ്പോൾ അഫ്ഗാനിസ്ഥാൻ്റെ പ്രശ്നം നമ്മളത് ആലോചിച്ച് നോക്ക്. ആണ് കാരണം. അല്ലെങ്കിൽ എത്യോപ്യ ആണെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള പരാധീനത കൊണ്ട് കടുത്ത ദാരിദ്ര്യമാണുള്ളത്. അപ്പോൾ രണ്ട് തരത്തിലാണ് ഇസ്ലാമിക രാജ്യങ്ങളെ സംബന്ധിച്ച്. ഒന്നുകിൽ കടുത്ത ദാരിദ്ര്യം, അല്ലെങ്കിൽ കടുത്ത തീവ്രവാദം. ഈ രണ്ട് സംഗതികളും ഇല്ലാതെ കണ്ട് ഇപ്പം നമുക്ക് സൗദി അറേബ്യയുടെ തന്നെ പ്രത്യേകത, സൗദി അറേബ്യ മാറിയത് ഇപ്പോഴാണ്. ഒരു കാലത്ത് ഏറ്റവും കൂടുതൽ തീവ്രവാദികളെ ഉൽപ്പാദിപ്പിച്ചിരുന്ന രാജ്യം സൗദി അറേബ്യയാണ്. അവിടെ നിന്നാണ് ബിൻ ലാദൻ ഉണ്ടായിട്ട് വന്നത്. അതേപോലെ തന്നെ ഗോട്ടിയാമലയിൽ കിടക്കുന്ന ആളൊക്കെ അവിടെ നിന്ന് ഉണ്ടായി വന്ന ആളാണ്. അങ്ങനെ നിരവധി ആളുകൾ ഉണ്ടായി വന്ന സ്ഥലമാണ് സൗദി അറേബ്യ എങ്കിൽ അവിടെ മക്കയ്ക്കുള്ള സ്ഥലം കേട്ടോ. അപ്പം അങ്ങനെയുള്ള ഇസ്ലാമിക തീവ്രവാദ കേന്ദ്രങ്ങൾ നിരവധി വളർന്നു വന്നു എന്നുള്ളതിൽ വസ്തുതയാണ്. ഇപ്പം ബലൂചിസ്ഥാൻ ഇതിനകത്ത് ഏറ്റവും വലിയ ഉദാഹരണമാണ്. ബലൂചിസ്ഥാനാണ് ഏറ്റവും കൂടുതൽ അവർ ഫലഭൂയിഷ്ടമായിരിക്കുന്ന മണ്ണ് അവിടെയാണ്. ഏറ്റവും കൂടുതൽ കാർഷിക നിലവാരം ഉള്ള മണ്ണ് അതാണ്. ഏറ്റവും കൂടുതൽ ജലസമ്പത്തുള്ള സ്ഥലം ഇതാണ്. ഏറ്റവും കൂടുതൽ ഡെവലപ്മെൻറ്റ് സാധിക്കുന്ന ബലൂചിസ്ഥാനിലാണ്. പക്ഷേ നിർഭാഗ്യവശാൽ ബലൂചിസ്ഥാൻകാരുടെ പ്രശ്നം എവിടെയാണത്? അവർക്ക് വികസനമില്ല, അവർക്കൊരു നേരത്ത് ഭക്ഷണം കിട്ടുന്നില്ല. അവിടെ കടുത്ത മതതീവ്രവാദമാണ്. പാകിസ്ഥാനിൽ നിന്നുള്ള ആളുകളാണ് അവിടെ ഭരിക്കുന്നത്. ഇത് പഴയ കാലത്ത് ബംഗ്ലാദേശിന് പ്രശ്നം അതാണ്. ബംഗ്ലാദേശിൽ മുജിബുർ റഹ്മാന്റെ നേതൃത്വത്തിൽ 1971 സർക്കാർ തിരഞ്ഞെടുക്കപ്പെട്ടു. അവരായിരുന്നു പാകിസ്ഥാന്റെ പ്രസിഡന്റ് ആകേണ്ടിയിരുന്നത്. ആ സമയത്ത് സുൽഫിക്കൽ അലി ഭൂട്ടോ അടക്കമുള്ള ആളുകൾ പറഞ്ഞു അതൊന്നും പറ്റൂല, ഞങ്ങളാണ് മുഖ്യധാരയിൽ, അതുകൊണ്ട് ഞങ്ങളാണ് ഭരിക്കുക എന്ന് പറഞ്ഞത് ഭൂട്ടോയെ പോലുള്ളവരാണ്. ഒരു ബംഗ്ലാദേശിൻ്റെ രൂപവൽക്കരണത്തിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചത് ഭൂട്ടോയുടെ തന്നെ നടപടികളാണ്. അവസാനം ഇവർ ഇന്ത്യയെ സമീപിക്കുകയാണ്. ഭാരതം അതിന് സപ്പോർട്ട് ചെയ്യുകയാണ്. ആ ഭാരതം സപ്പോർട്ട് ചെയ്ത സമയത്താണ് അതിശക്തമായ രീതിയിൽ പാകിസ്ഥാനും ഇന്ത്യയുമായിട്ട് യുദ്ധമുണ്ടാവുകയും ഇന്ത്യ തന്നെ പാകിസ്ഥാൻ്റെ പല ഭാഗങ്ങൾ പിടിച്ചടക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് ആ യുദ്ധം മുന്നോട്ട് പോയിരുന്നു. അത് ബംഗ്ലാദേശിന് സ്വാതന്ത്ര്യത്തിന് അവസരം കിട്ടിയിരുന്നു. ബംഗ്ലാദേശിൽ നിന്ന് നിരവധി ആളുകൾ, 100,000-ൽ പരം ആളുകൾ അക്കാലത്ത് മാത്രം ബംഗാളിലേക്ക് അഭയാർത്ഥികളായിട്ട് എത്തിച്ചേർന്നിരുന്നു. അവർക്ക് വേണ്ടി പ്രത്യേകമായിട്ടുള്ള അഭയാർത്ഥി ഫീസ് അടക്കം ഇന്ത്യക്കാർ കൊടുത്തിരുന്നു. സെസ്സൊക്കെ ഏർപ്പെടുത്തിയ ആ കാലത്താണ്. അപ്പം അങ്ങനെയുള്ള അതിനുശേഷമാണ് ബംഗ്ലാദേശ് ഉണ്ടായത്. അതിനുശേഷം ഇപ്പോൾ വന്നിരിക്കുന്ന പ്രശ്നമാണ് ബലൂചിസ്ഥാൻ. അതും ഒരു 2-3 പതിറ്റാണ്ടിൻ്റെ പ്രശ്നമുണ്ട്. കാരണം ബലൂചിസ്ഥാനിലെ ആളുകൾക്ക് ജീവിക്കാൻ നിവൃത്തിയില്ല. അവിടെ റാവൽപിണ്ടിക്കാരും ലാഹോറുകാരും അതേപോലെ തന്നെ അപ്പുറത്തെ ഭാഗത്തുള്ള ഉത്തരഭാഗത്തുള്ള പാകിസ്ഥാനികളുമാണ് കാര്യങ്ങൾ തീരുമാനിക്കുക. ഇസ്ലാമിക തീവ്രവാദികളാണ് കാര്യങ്ങൾ തീരുമാനിക്കുക. അവിടെ മറ്റേ ബിൻ ലാദനെ പോലുള്ള ആളുകൾ താമസിച്ചിരുന്ന അവിടെയാണ്. പാകിസ്ഥാൻ്റെ വേറെ സവിശേഷതയുള്ളത്, ഏറ്റവും കൂടുതൽ കടുത്ത ജാതീയത നിലനിൽക്കുന്ന സ്ഥലം പാകിസ്ഥാനാണ്. അവിടെ സുന്നികൾ ഷിയകളെ കൊല്ലുന്നു, ഷിയകളും സുന്നികളും കൂടിയിട്ട് അഹമ്മദിയരെ കൊല്ലുന്നു. എന്ന് വെച്ചാൽ മുസ്ലിം ജനവിഭാഗങ്ങളിൽ തന്നെ പിന്നാക്കക്കാരായിരിക്കുന്ന ആളുകളെ കൊലപ്പെടുത്തുന്ന സ്ഥലം പാകിസ്ഥാനാണ്. നമുക്ക് എന്നെ അറിയാവുന്നൊരു വസ്തുതയുണ്ടല്ലോ, ഇന്ത്യയിൽ നിന്ന് അക്കാലത്ത് യോഗേന്ദ്ര മണ്ഡൽ എന്ന് പറയുന്ന ആളുണ്ട്. അദ്ദേഹം പട്ടികജാതിക്കാരനായിരുന്നു. അദ്ദേഹം പാകിസ്ഥാൻ പിളർന്ന സമയത്ത് അദ്ദേഹം ബംഗ്ലാദേശുകാരനാ. അപ്പോൾ ടിയാൻ പറഞ്ഞ് ഞാൻ ഇനി പാകിസ്ഥാനിലേക്ക് പോവുകയാണ്, അവിടെയാണ് അവരെ നിയമവകുപ്പിൻ്റെ മന്ത്രിയാക്കും, ഇവിടെയാണ് നിയമവകുപ്പിൻ്റെ മന്ത്രി അംബേദ്കറാ, അപ്പോൾ അതുകൊണ്ട് എന്നെ അവിടെ മന്ത്രിയാക്കും എന്ന് പറഞ്ഞിട്ട് അവിടേക്ക് പോയ ആളാണ് യോഗേന്ദ്ര മണ്ഡൽ. ആ യോഗേന്ദ്ര മണ്ഡലിന് 4-5 വർഷക്കാലം മന്ത്രിയായതിനു ശേഷം അവിടെ പിടിച്ചു നിൽക്കാൻ സാധ്യമല്ലാതെ കണ്ട് 1952-ലാണ് 53-ലാണെന്ന് എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല, അദ്ദേഹം തിരിച്ച് ഭാരതത്തിലേക്ക് വന്നു. അവസാനം ഭാരതത്തിൽ കിടന്നിട്ടാണ് അദ്ദേഹം മരിക്കുന്നത്. അപ്പോൾ എന്ന് വെച്ചാൽ പാകിസ്ഥാനെ സംബന്ധിച്ച് ഇസ്ലാമിക തീവ്രവാദികളല്ലാത്ത ആർക്കും ജീവിക്കാൻ പറ്റില്ല. ഈ പ്രശ്നം ബലൂചിസ്ഥാനും ഉണ്ട്. ഇപ്പം ബലൂചിസ്ഥാൻ്റെ ലിബറേഷൻ ആർമിയൊക്കെ ഉണ്ട്. അവർ കടുത്ത ശത്രുത, അവർ കടുത്ത വലിയ സമരത്തിൽ ദീർഘകാലമായിട്ടുണ്ട്. ഈ സമരത്തിന് കാരണം അവർക്ക് ജീവിക്കാൻ നിവൃത്തിയില്ല, അവർക്ക് ഒരു നേരത്തെ ഭക്ഷണത്തിന് നിവൃത്തിയില്ല, അവർക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളില്ല, അവർക്ക് തൊഴിൽശാലകളില്ല, അവർക്ക് കാർഷിക മേഖലകളില്ല. ഈ പറയുന്ന മേഖലകളെല്ലാം തന്നെ ഒരു പറ്റം ആളുകൾ, പാകിസ്ഥാനികളായിരിക്കുന്ന ആളുകൾ, മറ്റു പ്രദേശങ്ങളിലുള്ള ആളുകൾ അവരുടെ കയ്യൊക്കൊണ്ട് അവർ കൈയടക്കിയിരിക്കുകയാണ്. ഇത് സാധാരണ ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നമല്ലേ? അപ്പോൾ അവിടെയാണ് ബലൂചിസ്ഥാനികളുടെ പ്രശ്നം. ബലൂചിസ്ഥാനികൾ പറയുന്നത് ഞങ്ങൾക്കൊരു സ്വന്തമായിട്ട് രാജ്യമാണെങ്കിൽ ഞങ്ങളുടെ കാര്യങ്ങൾ ഞങ്ങൾക്ക് നോക്കാം,
ഇന്നിപ്പോൾ അങ്ങനെയല്ല. ബലൂചിസ്ഥാനിൽ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ നേരെ അവിടേക്ക് അപ്പുറത്തേക്ക് കൊണ്ടുപോകുന്നു. ബലൂചിസ്ഥാനികൾക്ക് ഒന്നും കൊടുക്കുന്നില്ല. അവിടെ കൃഷി നടന്നിട്ടുണ്ടെങ്കിൽ ആ കൃഷിയിടങ്ങളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന കൃഷി ഉൽപ്പന്നങ്ങൾ അത് പാകിസ്ഥാന് മറ്റു ഭാഗങ്ങളിലേക്ക് കൊണ്ടുപോകുന്നു. ബലൂചിസ്ഥാനികൾ കടുത്ത പട്ടിണിയിലാണ്. ചൈനയുടെ സഹായം പാകിസ്ഥാനികൾ നേടുന്നുണ്ട്. ചൈന ബലൂചിസ്ഥാനികൾക്കെതിരാണ്. എന്ന് വെച്ചാൽ ചുരുക്കത്തിൽ പറഞ്ഞാൽ ബലൂചിസ്ഥാനികൾ അത്യന്തം അതിഭീകരമായിരിക്കുന്ന മനുഷ്യത്വരഹിതമായിരിക്കുന്ന നിരവധി നടപടികൾക്ക് വിധേയരായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത. ഇതൊരു സാധാരണ മനുഷ്യന് അനുഭവിക്കാൻ ആർക്കും താല്പര്യം ഉണ്ടാവില്ല. ഒരു വേദന ആരെ സംബന്ധിച്ചാണെങ്കിലും വരും. ഒരു കഷ്ടപ്പാടുകൾ ആരെ സംബന്ധിച്ച് ഇത്രയും പരിധി വിട്ടുള്ള കഷ്ടപ്പാടുകളാണ്. ഇങ്ങനെയുള്ള നിരവധി കഷ്ടപ്പാടുകളിൽ നിന്നാണ് ബലൂചിസ്ഥാനികൾ പ്രശ്നം ഉണ്ടാവുന്നത്. അല്ല, ഇപ്പൊ അവിടെ അങ്ങനെ ഒരു പ്രശ്നം രൂപപ്പെടുന്നു. പാകിസ്ഥാനിൽ നിന്ന് പിളർപ്പുണ്ടാകുന്നു. അപ്പോൾ ഈ പാകിസ്ഥാൻ എന്തായിരിക്കും അവിടെ മിണ്ടാതിരിക്കാൻ ഒരു സാഹചര്യം? ഇനി അവിടെ കാരണം അത് പാകിസ്ഥാന് നഷ്ടം തന്നെയല്ലേ ഉണ്ടാക്കുന്നത്? അല്ല, പാകിസ്ഥാനെ സംബന്ധിച്ച് നഷ്ടം കഴിഞ്ഞാൽ പാകിസ്ഥാന്റെ കൺട്രോളിലല്ല ബലൂചിസ്ഥാൻ. ഇപ്പോൾ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി ബലൂജി ലിബറേഷൻ ആർമി അടക്കമുള്ള നിരവധി പ്രസ്ഥാനങ്ങൾ വളരെ സജീവമാണ്. അവർ പാകിസ്ഥാൻ എന്തെങ്കിലും നടപടി എടുത്തിട്ടുണ്ടെങ്കിൽ പാകിസ്ഥാനെതിരായിട്ട് അവർ തിരിച്ചടിക്കാൻ അവർ തയ്യാറാണ്. അതുകൊണ്ട് പാകിസ്ഥാനികൾക്ക് അവർ തടഞ്ഞു നിർത്താൻ സാധ്യമല്ല. അപ്പോൾ പാകിസ്ഥാനികളെ സംബന്ധിച്ച് നിലവിൽ ഈ പറയുന്ന ബലൂചിസ്ഥാനികളുടെ ആവശ്യങ്ങളെ അംഗീകരിച്ചു കൊടുക്കാൻ അവർ നിർബന്ധിതരാണ്. പഴയ കാലത്ത് അവർക്ക് ചൈനയുടെ ഫുൾ സപ്പോർട്ട് ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ ചൈനയുടെ ഫുൾ സപ്പോർട്ടൊന്നും ഇല്ല. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു സമയത്ത് പാകിസ്ഥാൻ ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് ബലൂചിസ്ഥാനികൾ നേരിടാൻ വേണ്ടി സാധ്യമല്ല. കാരണം പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യുന്ന മറ്റു രാജ്യങ്ങളൊക്കെ അങ്ങനെയാണ്. ഇപ്പോൾ ഇറാൻ ഒരു കാലത്തുണ്ടായിരുന്നു. ഇന്നിപ്പോൾ അവർ സപ്പോർട്ട് ചെയ്യുന്നു പറയാൻ സാധ്യമല്ല. അമേരിക്ക സപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞിരുന്നു. ഇന്നിപ്പോൾ ആ സപ്പോർട്ട് കിട്ടുന്നില്ല. ചൈനയുടെ സപ്പോർട്ട് വേണ്ടത്ര കിട്ടുന്നില്ല. അതുകൊണ്ട് പാകിസ്ഥാൻ അതിൻ്റെ അടുത്ത സമീപ പ്രദേശത്തുള്ള രാജ്യങ്ങളൊക്കെ തന്നെ പാകിസ്ഥാനെതിരാണ്. അവരെതിരായതിൻ്റെ പേരിൽ ബലൂചിസ്ഥാനിലെ പ്രശ്നങ്ങൾ ന്യായമായ പ്രശ്നങ്ങളാണെന്ന് പൊതുസമൂഹം വിശ്വസിക്കുന്നുണ്ട്. ആ ന്യായമായിട്ടുള്ള പ്രശ്നങ്ങൾക്കാണ് അവർ സമരം. അവർക്ക് ഒരിടത്ത് ഭക്ഷണം കഴിക്കണ്ടേ? അവർക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പോകണ്ടേ? അവർക്ക് എന്തെങ്കിലും തൊഴിലെടുത്ത് അവർക്ക് ജീവിക്കണ്ടേ? ഈ ഒരു സാഹചര്യം നിഷേധിക്കുന്നത് പാകിസ്ഥാനികളാണ്. പാകിസ്ഥാനികളെ സംബന്ധിച്ച് ഏത് തരത്തിലാണോ 1971 അവർ ബംഗ്ലാദേശിനോട് എടുത്ത സമീപനം, അതേ സമീപനമാണ് 2026 ഏകദേശം 50 വർഷക്കാലം കഴിഞ്ഞ സമയത്ത് അവരത് ബലൂചിസ്ഥാനോട് എടുക്കുന്നത് തന്നെയാണ്. അത് തുടങ്ങിയിട്ട് 8-10 വർഷമായി. അപ്പം അങ്ങനെയുള്ള പാകിസ്ഥാനികൾ ബലൂചിസ്ഥാനികൾക്കെതിരായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ചെയ്തികൾക്കെതിരായിക്കൊണ്ടുള്ള ശക്തമായിട്ടുള്ള ജനവികാരത്തിൻ്റെ പ്രതിഫലനമാണ് വാസ്തവത്തിൽ ഞാൻ മനസ്സിലാക്കുന്ന അവിടെയുള്ള സമരങ്ങൾ. ആ സമരങ്ങൾ ഉണ്ടാവുക തന്നെ ചെയ്യും. നാളെ ഒരുപക്ഷെ അവർ ഇന്ത്യയെ അപ്രോച്ച് ചെയ്തേക്കാം. ഇന്ത്യ അപ്രോച്ച് ചെയ്ത ഭാരതം അതിന് സപ്പോർട്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. കാരണം അവർക്ക് ജീവിക്കണമല്ലോ. ഇത് സർവ്വസാധാരണക്കാരൻ്റെ പ്രശ്നമാണ്. ഇത് ജാതി നോക്കിയ പ്രശ്നമല്ല. ഇത് മതം നോക്കുന്ന പ്രശ്നമല്ല. സാധാരണക്കാരന് ജീവിക്കാനുള്ള അവകാശത്തിന് വേണ്ടിയുള്ള സമരമാണ്. ആ അവകാശത്തിന് വേണ്ടിയുള്ള സമരത്തെ ജാതി മത വ്യത്യാസം മറന്നുകൊണ്ട് മുഴുവൻ ആളുകളും അവരെ പിന്തുണയ്ക്കേണ്ടത് ആവശ്യമാണെന്നാണ് എൻ്റെ അനുമാനം. പ്രിയമുള്ളവരെ, നമ്മുടെ ചാനൽ ഒരുപാട് പേർ കാണുന്നുണ്ട്. കാണുന്നവരോടെല്ലാം നമുക്ക് വലിയ സ്നേഹവുമുണ്ട്. അവരൊക്കെ നമ്മുടെ ചാനലിനെ കുറിച്ച് ഒരുപാട് പേരോട് പറയുന്നുമുണ്ട്. പക്ഷേ ഒരു കാര്യം, നമ്മൾ കാണുന്നവരുടെ എണ്ണം അനുസരിച്ച് ചാനലിൻ്റെ സബ്സ്ക്രിപ്ഷൻ കൂടുന്നില്ല. എന്താ കാര്യം എന്നറിയാമോ? നമ്മൾ കണ്ടിട്ട് അങ്ങ് പെട്ടെന്ന് തിരിച്ചു പോവുക. പക്ഷെ കണ്ടതിന് ശേഷം ഒരു നിമിഷം നിൽക്കുക. നമ്മുടെ ചാനലിൻ്റെ IND എന്ന് പറയുന്ന ലോഗോ ഇല്ലേ, അവിടെ ഒന്ന് വിരലമർത്തിയാൽ ചാനലിൻ്റെ ഫീഡ് തുറന്നു വരും. അവിടെ സബ്സ്ക്രൈബ് എന്നൊരു നീല നിറത്തിലുള്ള ബാറുണ്ട്. അവിടെ ജസ്റ്റ് ഒന്ന് തൊടുക. തൊട്ടടുത്തൊരു മണിയുടെ ചിത്രമുണ്ട്, ബെല്ലൈക്കൺ. അവിടെ ഒന്ന് തൊട്ടാൽ നിങ്ങൾക്ക് നമ്മുടെ എല്ലാ വീഡിയോകളും കാണാനുള്ള നോട്ടിഫിക്കേഷൻ കിട്ടും. മാത്രമല്ല ചാനലിൻ്റെ ഒരു സബ്സ്ക്രൈബറായി മാറുകയും ചെയ്യും. അത് ഞങ്ങൾക്ക് വലിയ സഹായമായിരിക്കും. ഉറപ്പായിട്ടും അത് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ചെയ്യണേ.